IFPHന്റെ 2100-ാം ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം പ്രാർത്ഥന. ഡോക്ടർ വിനീത ക്ഷണിക്കും. ഡോക്ടർ വിനീത അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ വിനീത അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ആദിയന്തമിന്നീ ജഗത്തിലൊക്കെ മേവിടും നീതിയാർന്ന ദൈവമേ, നിനക്കു കൈ തൊഴുന്നു ഞാൻ. എണ്ണമറ്റ വണ്ണമീ ചരാചരങ്ങളൊക്കെയും നിന്നിൽ നിന്നു വന്നു നിന്നിൽ നിന്നടങ്ങിടുന്നതും നോക്കിയാലൊടുങ്ങിടാത്ത മേലിലുള്ള വാനിലും ഊക്കെഴും തിരയടിച്ചിരമ്പിടും കടലിലും നിത്യവും പകലും പിന്നെ അന്നലെന്ന രാത്രിയും വ്യക്തമായി പകുത്തു തന്നു ശക്തിയായതും ഭവാൻ. ആദിയന്തമിന്നീ ജഗത്തിലൊക്കെ മേവിടും നീതിയാർന്ന ദൈവമേ, നിനക്കു കൈ തൊഴുന്നു ഞാൻ. നന്ദി ഡോക്ടർ വിനീത. നമ്മുടെ ആദരണീയരായ അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിനായിട്ട് ഡോക്ടർ ഷൈല ക്ഷണിക്കുന്നു. ഡോക്ടർ ഷൈല പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. IFPH അതിന്റെ ജൈത്രയാത്ര തുടങ്ങി. ഒരു ദിവസം പോലും മുടങ്ങാതെ 2100 എപ്പിസോഡ് തികയ്ക്കുന്ന ദിവസമാണിന്ന്. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഏറ്റവും സന്തോഷത്തിലാണ് ഞാനും. അപ്പോ അതിന്റെ സന്തോഷം പങ്കിടുന്ന പ്രത്യേക പരിപാടിയാണ് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ മലയാളത്തിൽ നടക്കുന്നത്. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറാണ്. അദ്ദേഹം ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഒരു വടവൃക്ഷമാണ്. കൂടാതെ IFPHന്റെ നട്ടെല്ല് കൂടിയായിട്ടുള്ള ഇസ്മായിൽ സേഠ് സാറിനെ ഇന്നത്തെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി ഏറ്റവും സ്നേഹപൂർവവും ആദരപൂർവവും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ ഫൈസൽ ഖാനാണ്. അദ്ദേഹം മാനേജിംഗ് ഡയറക്ടർ നിംസ് മെഡിസിറ്റി. അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്. ഒത്തിരി തിരക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം നമ്മളോടൊപ്പം എത്തുകയും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഡോക്ടർ ഫൈസൽ ഖാനെയും ഏറ്റവും സ്നേഹപൂർവവും ബഹുമാനപൂർവവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുവാനായി ശ്രീ സലാഹുദ്ദീൻ സാർ എത്തുന്നുണ്ട്. സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. IFPHന്റെ തുടക്കം മുതൽ തന്നെ IFPHനെ സ്നേഹിക്കുകയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ IFPHനെ പ്രവർത്തനങ്ങൾ കൊണ്ട് സഹായിക്കുകയും ഇപ്പോഴും എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സലാഹുദ്ദീൻ സാറ്. അദ്ദേഹം കോയമ്പത്തൂരിൽ ആകാശവാണിയുടെ ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയറായി ജോലി ചെയ്തു വരുന്നു. അദ്ദേഹത്തിനെയും ഏറെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രൊഫസർ ശ്രീ സജി മാണിക്യം, റിട്ടയർഡ് പ്രൊഫസർ, ഗവൺമെന്റ് വിമൻസ് കോളേജ് തിരുവനന്തപുരം. അദ്ദേഹവും നമ്മളോടൊപ്പം ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നു. അദ്ദേഹത്തിനെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വേണുഗോപാല റെഡ്ഡിയാർ നമ്മുടെ പ്രോഗ്രാമുകളിലെല്ലാം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളുമായിട്ടാണ് സാറ് നമ്മോടൊപ്പം ഈ സൂം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ആർ അമർബോധി, അദ്ദേഹം പ്രൊഫസർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഫാർമസി, BK സൂർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്, ഡൽഹി. അമർബോധി ഡോക്ടറും പല പ്രോഗ്രാമുകളിലും നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ള വ്യക്തിയാണ്. ഇന്നും അദ്ദേഹം ആശംസകൾ അർപ്പിക്കുവാനായി എത്തുന്നു. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ഡോക്ടർ ലുബീന, വൈസ് പ്രിൻസിപ്പൽ ക്രിസ്ത്യൻ കോളേജ്.
മാഡവും നമ്മളോടൊപ്പം നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനായി എത്തിയിട്ടുണ്ട്. വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും മാഡത്തിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സാജൻ എഡിസൺ ഓഫ്ലൈനിലും ഓൺലൈനിലും എല്ലാ പ്രോഗ്രാമുകളിലും നമ്മളോടൊപ്പം വിദ്യാർത്ഥി സമൂഹത്തെ പ്രതിനിധീകരിച്ച് നമ്മളോടൊപ്പം പങ്കെടുക്കാറുണ്ട്. ഡോക്ടർ സാജനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ നല്ലൊരു പ്രാർത്ഥനാ ഗീതം പാടിയ ഡോക്ടർ വിനീതയെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി പറയുവാൻ എത്തുന്നത് ഡോക്ടർ മറിയാമ്മ ജോൺ, റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടിയായ മറിയാമ്മ ഡോക്ടറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പ്രോഗ്രാമിൽ ഇന്നിപ്പോൾ ഞാൻ പങ്കെടുക്കാൻ എന്നെ സഹായിച്ചത് മറിയാമ്മ ഡോക്ടറാണ്. അതുകൊണ്ട് മറിയാമ്മ ഡോക്ടറെ പ്രത്യേക ഒരു നന്ദി കൂടി ഞാൻ പറയുകയാണ് ഈ അവസരത്തിൽ. കൂടാതെ ഇന്നത്തെ ഈ എല്ലാ സ്പെഷ്യൽ പ്രോഗ്രാമുകളുടെയും സംഘാടകനായിട്ടുള്ള ഡോക്ടർ മനോജ് GS ഇന്നത്തെ പ്രോഗ്രാമിന്റെയും മോഡറേറ്ററാണ്. ഡോക്ടർ മനോജിനെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുരിയാട്ടുണ്ട്. അദ്ദേഹത്തിനെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഈ IFPHന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ധനേഷ് ഡോക്ടർ ഉൾപ്പെടെയുള്ള ഒത്തിരി പേര് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഹോമിയോപ്പതി സ്നേഹികൾ, അവരെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ഡോക്ടർ ഷൈല. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സേർസ്ഥാൻ ക്ഷണിക്കും. സാർ പ്ലീസ്. കാരണം സമയം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലേ, 12 മിനിറ്റ് കൂടുതലായിരിക്കുകയാണ്. അതുകൊണ്ട് സമയത്ത് നിർത്തണം. അതുകൊണ്ട് ഈ അധ്യയ പ്രശ്നം വളരെ കൂടുതലും ചെയ്യുന്നില്ല. സാധാരണ പലപ്പോഴും പലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത്. ഈ 2100 2000 കടക്കണമെന്നുള്ളത്. 2000 കടന്നു, 2100 ഇനി നാളെ 2500 3000 അങ്ങനെ പോകും, തടസ്സമില്ലാതെ പോകും. അത് ഞാൻ ഒരു വാക്ക് പറഞ്ഞു തന്നെയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എപ്പോഴാണ് പറഞ്ഞതെന്ന് അറിയുമോ? 90ാമത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇത് 100 കഴിഞ്ഞ് 1000 കഴിഞ്ഞ് 2000 കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നുള്ളത്. അതിവിടെ സംഭവം നടന്നിരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്നത് 2100 കഴിഞ്ഞാൽ 2500 2000 3000 അതിനും ശേഷവും ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ കാലശേഷവും ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പോയാൽ ദൈവത്തിന് അനുഗ്രഹം എല്ലാത്തിനും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം പ്രശ്നം കൂടുതൽ സംസാരിക്കുന്നില്ല. മറ്റുള്ളവരിലേക്ക് പലരും കിടക്കാൻ പറ്റിയ അതിൽ നിൽപ്പുണ്ട്. അവരെല്ലാം ക്ഷണിക്കാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വളരെ നന്ദി സാർ. സാറിന്റെ സമയബോധത്തെ ഞങ്ങൾ അങ്ങേയറ്റം നമിക്കുന്നു. മാത്രമല്ല ഇത്ര വലിയൊരു മനസ്സിനെയും സാറിന്റെ മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ IFPHന്റെ ഊർജ്ജം ഉൾക്കൊണ്ട് തന്നെ. വളരെ നന്ദി സാർ പങ്കെടുത്തതിന്. ഇനി ഉദ്ഘാടനമാണ്. നമുക്കറിയാം, കേരളത്തിൽ വളർന്നുകൊണ്ട് വരുന്ന പ്രസ്ഥാനമാണ് നിംസ്. ഇതിന്റെ അമരക്കാരനായ ഒരു വലിയ മനസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മളോടൊപ്പം ഉണ്ട്, ഡോക്ടർ ഫൈസൽ ഖാൻ. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ഡോക്ടർ ഫൈസൽ ഖാനെ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ സെക്രട്ടറിയായ കിരൺചന്ദിന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് ഡോക്ടർ ഫൈസൽ ഖാൻ. പ്ലീസ്. നമസ്കാരം. എൻ്റെ പേര് ഫൈസൽ ഖാൻ എന്നാണ്. ഇന്നത്തെ വെബിനാർ ദിനാഘോഷം 2100 ഡേയുടെ വെബിനാർ ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ ഏറ്റവും വലിയ ഒരു അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഹോമിയോപ്പതിയെ പറ്റി ഞാൻ പല പ്രാവശ്യവും എനിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പല സ്റ്റേജുകളിലും സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാനൊരു അലോപ്പതി മേഖലയിൽ നിൽക്കുന്ന, ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സഹോദരമായി നിൽക്കുന്ന മറ്റ് വൈദ്യ മേഖലയുടെ എല്ലാവരുമായിട്ടും പരസ്പരം ബന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അലോപ്പതി മേഖലയിൽ നമ്മൾ അറിയായിരിക്കും, ഒരു ഇംഗ്ലീഷ് മെഡിസിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ അത് റിസർച്ചുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, രോഗനിർണയവും ഈ പറയുന്ന ഇംഗ്ലീഷ് അലോപ്പതി മെഡിസിൻസ് വളരെയധികം അതിനുവേണ്ടിയാണ് കൂടുതലും ട്രൈ ചെയ്യുന്നു. നല്ല കാര്യമാണ്. രോഗം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ഡയഗ്നോസ് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പക്ഷേ ആ രോഗം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം
ചികിത്സയെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ വീണ്ടും ബാക്കിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ് എപ്പോഴും കാണാറുള്ളത്. അപ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു എൻ്റെ ഒരു 20 വർഷത്തെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഈ ഡയഗ്നോസിസിന് ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിപ്പോൾ 1000-ഓ 5000-ഓ 10000-ഓ ആൾക്കാരൊക്കെ ആയിരിക്കും ഡയഗ്നോസിസിന് ഓരോ ദിവസവും പോകുന്നത്. അതിൽ നിന്നും പക്ഷേ ചികിത്സ ആവശ്യമുള്ള എണ്ണം നോക്കുമ്പോഴേക്കും തുലവും ഒരു ലെസ് ദാൻ 10% ആയിരിക്കും. അപ്പോൾ ഈ കമ്പനിക്കാരുടെ റിസർച്ച് മൊത്തം വരുന്നത് ഈ പറയുന്ന MRI സ്കാനും അതിന്റെ 3 പോയിന്റ് അതിന്റെ ഡയഗ്നോസിസിനാണ് കൂടുതലും പോകുന്നത്. ചില കാര്യങ്ങൾ ഇപ്പോഴും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം മോഡേൺ മെഡിസിനിൽ ഇല്ല എന്നുള്ള കാര്യവും ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മൾ പലപ്പോഴും നിംസിൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അപ്പോൾ ഇതിന് ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് ഇതുകണക്കുള്ള സഹോദരമായി നിൽക്കുന്ന മറ്റ് വൈദ്യശാഖകളിലേക്ക് ആൾക്കാർ പോകുന്നത് എന്നുള്ളത്. ഉദാഹരണത്തിന് വിഷാദ രോഗം അല്ലെങ്കിൽ ഈ പറയുന്ന മാനസിക ആഘാതത്തിലുണ്ടാകുന്ന ബോഡി പെയിനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫൈബ്രോമയോൾജിയ പോലെയുള്ള അസുഖങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ തന്നെ നമ്മൾ എപ്പോഴും നോക്കുമ്പോഴേക്കും എന്താണ് കാണുന്നത്? വെറുതെ നമ്മളൊരു പെയിൻ കില്ലർ മാത്രം കഴിക്കാന്നല്ലാതെ അതിനകത്ത് വേറെ ഒരു പൂർണ്ണതയായിട്ടുള്ളൊരു മരുന്ന് അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇപ്പോൾ കുട്ടികളിൽ ഇപ്പം കണ്ടു PCOD വിഷയം വരുന്നു. ഇപ്പോൾ ആ വിഷയത്തിനകത്ത് ഏറ്റവും ഇപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും ഹോമിയോപ്പതി കുറേയധികം റിസർച്ചും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ ഈ പറയുന്ന നിങ്ങളുടെ വെബിനാറുകളും നിങ്ങളുടെ പ്രോജക്റ്റുകളും പദ്ധതികളൊക്കെ പല സ്റ്റേജുകളിലും വരുവാൻ അവസരം കിട്ടിയത് കൊണ്ടാണ് ഈ ശാഖ ഇത്രയധികം ഡെവലപ്ഡ് ആണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. കാരണം അതുവരെ ഞാൻ ഒരു അലർജിക്ക് മാത്രമുള്ള ഒരു വിഭാഗമായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ശ്വാസകോശമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ ഹോമിയോപ്പതി അസോസിയേഷനിൽ നിരന്തരം വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അതിനകത്ത് ഇത്രയധികമായിട്ടുള്ള ഡെവലപ്മെന്റ്. എനിക്ക് തന്നെ ഒരു സയാറ്റിക്ക എന്നൊരു നെർവിൻ്റെ ഒരു പ്രോബ്ലം വന്നപ്പോഴേക്കും അതിലും ഹോമിയോ ചികിത്സയുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട്. അപ്പോൾ അങ്ങനെ ഓരോ സമസ്ത മേഖലയിലും ഈ പറയുന്ന ചികിത്സാ രീതികൾക്ക് ശാശ്വതമായ പരിഹാരം കൊടുക്കുവാനായിട്ട് ഹോമിയോപ്പതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടതും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനെ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം 2100 വെബിനാറുകൾ സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ ഈ വിഷയങ്ങളിൽ തന്നെ ഊന്നി നിന്നുകൊണ്ട് അതിനെ പുതിയ മേഖലയിലോട്ട് അതിനെ പ്രചരിപ്പിക്കാനായിട്ട് ഹോമിയോപ്പതി നടത്തുന്നത് വളരെയധികം ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. പലപ്പോഴും ഞാൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാറിനോട് ചോദിക്കണം, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ട്രിവാൻഡ്രത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നൊരു കോൺസെപ്റ്റ്, ഹോമിയോ ഹോസ്പിറ്റൽ. അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയായിരിക്കും അത് നടത്തേണ്ടത്, ഞാൻ പല പ്രാവശ്യം പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് കൂടുതലും ആ ഒരു ഇൻഫർമേഷൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ അറിവ് എനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഹോസ്പിറ്റൽസിന്റെ ഒരു കോൺസെപ്റ്റ് കൂടെ വരികയാണെങ്കിൽ ഈ മേഖല കുറച്ചുകൂടെ നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കും. ട്രീറ്റ്മെന്റ് എന്താണ്, IP ആയിട്ട് ഉള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതല്ല. അപ്പോൾ അത് ഇപ്പം എനിക്ക് തോന്നുന്നു കാലിക്കറ്റിൽ മാത്രമാണെന്ന് തോന്നുന്നു കേരളത്തിൽ IP ഫെസിലിറ്റി ഉള്ള സ്വകാര്യ മേഖല ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ സ്വകാര്യ മേഖലയിൽ ഈ ഹോസ്പിറ്റൽസിന്റെ വരവ് വരികയാണെങ്കിൽ അത് കൂടുതൽ ജനങ്ങളിലേക്ക് അവയർനെസ് കൊടുക്കുവാനും, ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ എൻ്റെ ഒരു റിലേറ്റീവ്സ് തന്നെ ഇപ്പോൾ ഒരു 1-2 പേർക്ക് കീമോതെറാപ്പിയുടെ ആവശ്യം വന്ന് രണ്ടാമത് അവർക്ക് എല്ലാ സ്റ്റേജും കഴിഞ്ഞപ്പോഴേക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവിലോട്ട് പോയിട്ട് അവർ ഹോമിയോ ചികിത്സയിലാണ് പോയത്. അവർക്ക് ആ ഒരു ടെർമിനൽ സ്റ്റേജിൽ നിന്ന് കുറേ പ്രാവശ്യം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള രീതിയിലേക്ക് ഈ ചികിത്സകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എന്താണ് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്നുള്ളത് പലപ്പോഴും നമുക്കത് കൂടുതൽ സമൂഹത്തിലേക്ക് റിഫ്ലക്റ്റ് എത്തിക്കാൻ കുറച്ചുകൂടെ കഴിയണമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ കൂടുതൽ ടെസ്റ്റിമോണിയൽസും ഇങ്ങനത്തെ കാര്യങ്ങളും വരുമ്പോൾ ഈ ശാസ്ത്രം നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഈ പറയുന്ന സങ്കീർണമായിട്ടുള്ള ചികിത്സകളിലേക്ക് ഹോമിയോ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ മേഖല നോക്കുമ്പോഴും സമസ്ത മേഖലയിലാണ്, ഇപ്പോൾ മാനസികമായിട്ടുള്ള ആണെങ്കിലും PCOD ആണെങ്കിലും റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും എല്ലാ മേഖലകളിലും ഈ പറയുന്ന ഈ ചികിത്സകൾക്കുള്ള പ്രതിവിധി അല്ലെങ്കിൽ ഈ രോഗങ്ങൾക്കുള്ള പ്രതിവിധി ഹോമിയോപ്പതിയിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കൂടുതൽ വ്യാപിപ്പിക്കുക,
അത് വ്യാപിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മൂലധനം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മ തന്നെയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ഈ പറയുന്ന കൂട്ടായ്മ കാണുമ്പോൾ ഞങ്ങളെല്ലാം കൂടുതൽ പ്രചോദനമാവുകയാണ്. ഇതിനകത്ത് കൂടുതൽ എങ്ങനെ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. എൻ്റെ ഈ ഒരു വെബിനാറിലും നിങ്ങളുടെ ആ ഒരു പ്രവർത്തനങ്ങളിലും കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ചെറിയൊരു തോട്ടാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ സാറിനോട് ഒരു PCOD സ്ക്രീനിങ് നമുക്ക് ഓൾ കേരള ലെവലിൽ നടത്തുവാൻ സാധിക്കുകയും അപ്പം ആ രീതിയിൽ കൂടി തന്നെ നമുക്ക് നേരത്തെ കണ്ടെത്തുവാൻ സാധിക്കാനും പറ്റുമെന്നുള്ളതാണ്. പലപ്പോഴും ഈ പറയുന്ന ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് വരുന്ന രോഗങ്ങളെ പോലും തന്നെ നമുക്ക് ചെറുക്കുവാൻ ഹോമിയോപ്പതിയിൽ സാധിക്കും. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പ്രിവെൻഷൻ ആണല്ലോ. പ്രിവെൻറ്റീവ് മെഡിസിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ PCOD പോലെയുള്ള ക്ലിനിക്കുകൾ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന രോഗികളെ കണ്ടെത്തുവാനും അവർക്ക് ചികിത്സകൾ നേരത്തെ ലളിതമായ ചികിത്സകൾ കൂടി തന്നെ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഹോമിയോപ്പതി ചികിത്സകൾ നല്ലതാണ്. ഞങ്ങളെല്ലാം കൂടുതൽ അതിനെ പിന്താങ്ങുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ഇപ്പോഴും സ്വാഗതം ചെയ്യുകയാണ്. നല്ല രീതിയിലൊരു ഹോസ്പിറ്റൽ, ഒരു പ്രൈവറ്റ് ഹോമിയോ ഹോസ്പിറ്റൽ വരിക എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ ഹോമിയോ ഹോസ്പിറ്റൽ ഉണ്ട്. അതുപോലെ എല്ലാ ജില്ലകളിലും, ഞാൻ പറയുന്നത് തിരുവനന്തപുരം മാത്രമല്ല, എല്ലാ ജില്ലകളിലും ഹോമിയോ ഹോസ്പിറ്റൽ വരികയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാൻ സാധിക്കും. ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, ഇത്രയധികം ചികിത്സകളുണ്ട്, ഇത്രയധികം ട്രീറ്റ്മെന്റിന് പരിഹാരമാണ് ഹോമിയോപ്പതി എന്നുള്ളത്. അത് മാത്രം ഞാൻ ശ്രദ്ധയപ്പെടുത്തുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് കിരൺ അത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, 3-4 ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഈ പറയുന്ന തമിഴ്നാടും കേരളവുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സമയങ്ങളുമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വെബിനാറിന് എന്തായാലും ഞാൻ എത്തും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭാഗം കൂടിയാണത്. കാരണം കൊച്ചിലെ ഞാനും ഒരു ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുത്ത ഒരാളാണ് ഞാൻ. അപ്പം ഭദ്രൻ ഡോക്ടറാണ്, നേറ്റിങ്ങിലുള്ള ഭദ്രൻ സാറാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തിലുള്ളത് ആശുപത്രി എന്ന് പറയുമ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് പോകുന്നത് ഹോമിയോയിൽ പോകുമ്പോഴാണ്. കാരണം ഒരു മധുരമുള്ള മരുന്നുകളാണ് അവർ തരുന്നത്, ഒരിക്കലും ഇഞ്ചക്ഷൻ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അത് വളരെയധികം കുറേ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴേക്കും ശാശ്വതമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു വെബിനാറിന്റെ ദിനാഘോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാറിന്റെ വാക്കുകൾ തന്നെ നമുക്ക് പ്രചോദനമാണ്. സാറ് 90 വെബിനാർ ആയപ്പോൾ പറഞ്ഞു അത് 100 കഴിഞ്ഞ് 1000 എന്ന് പറഞ്ഞു. ഇപ്പൊ 2100 നിൽക്കുന്നു. സാറ് പറഞ്ഞു 3000-ഉം 5000-ഉം കറക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെയുള്ള ലീഡേഴ്സാണ്, ഇതേക്കുള്ള പില്ലേഴ്സാണ് ഓരോ പ്രസ്ഥാനത്തിന്റെയും എപ്പോഴും പ്രചോദനമായി മുന്നോട്ട് വരുന്നത്. സാറിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഈ പങ്കെടുക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനോടും എൻ്റെ ഹൃദ്യമായ നന്ദിയും അർപ്പിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു വലിയൊരു 2100 ഡേ വെബിനാർ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ അവസരത്തെ ഏറ്റവും നല്ലൊരു അവസരമായി കണ്ടുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ. താങ്ക് യു. നമസ്കാരം. വളരെ അങ്ങയുടെ മധുരിക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കുന്നു. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സത്യസന്ധൻ ഭവാൻ എങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതമായി വരാം എന്നാണ് പറയുക. അപ്പൊ എന്തായാലും ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ഹോമിയോപ്പതിക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ആവശ്യമാണ്. നമ്മുടെ ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് 90% ആക്റ്റീവ് ആക്ഷൻ ഉണ്ടാകേണ്ടത്. അത് ഉണ്ടാകത്തിൽ കുറവാണ്. എന്തായാലും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് അങ്ങേ തന്നെയാണ് ഇതിന്റെ ഉദ്ഘാടനം പ്ലാൻ ചെയ്തതും. ഭാഗ്യത്തെ കിരൺചന്ദ്രനെ കിട്ടി, ഡോക്ടർ ഷഫീഖ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം കൊണ്ടും ഭംഗിയായി നടന്നു. വളരെ സന്തോഷം, വളരെ നന്ദി. കഴിവുകൾ തുടരുക. നമുക്ക് ഇനി ഇതിന്റെ ആശംസ പ്രസംഗത്തിലേക്ക് പോകാം. IFPHന്റെ കാരണഭൂതനായ ഒരു വ്യക്തി ഇതിനകത്തുണ്ട്. സലാഹുദ്ദീൻ സാറാണ്, ദൂരദർശൻ എഞ്ചിനീയർ, ആകാശവാണി എഞ്ചിനീയർ ആണ്. സലാഹുദ്ദീൻ സാറിനെ ആദരവും ക്ഷണിക്കും. സാർ പ്ലീസ്. ഓക്കെ സാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പെട്ടെന്ന് എന്റെ ലിങ്ക് പോയി. പ്രിയപ്പെട്ട ഇസ്മായിൽ സേഠ് സാർ, ഇന്നത്തെ 2100 എപ്പിസോഡ് ഇനാഗുറേറ്റ് ചെയ്ത ഡോക്ടർ ഫൈസൽ, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, ഫ്രെയിം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ അമർ ബോധി, എനിക്ക് തോന്നുന്നു പുള്ളിയെ നമ്മുടെ IFPHന്റെ തുടക്കത്തിൽ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഡോക്ടർ അമർ ബോധി. പ്രിയപ്പെട്ട അബ്ദുസലാം സാർ, പുള്ളി വളരെ സ്മാർട്ടായിട്ട് ഇരിക്കുന്നത് കാണാൻ വളരെ സന്തോഷമുണ്ട്.
പ്രിയപ്പെട്ട മറ്റ് ഡോക്ടേഴ്സ്, 2100-ാമത്തെ എപ്പിസോഡിൽ 2 വാക്ക് പറയാൻ അവസരം തന്നതിന് നന്ദി. ഞാൻ 2-3 പോയിന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. വേറെ ഒന്നുമില്ല. ഒന്ന്, ഞാൻ ധനീഷ് ഡോക്ടറോട് സംസാരിച്ചിരുന്നു. എബോളയുടെ കാര്യത്തിൽ കോവിഡിൽ എന്ന പോലെ ഒരു മെഡിസിൻ പ്രപ്പോസ് ചെയ്യേണ്ടതുണ്ട്. അത് എന്താണ് വൈകുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം എബോള ഇന്ത്യക്ക് ആഫ്രിക്കയ്ക്ക് പുറത്ത് പോകുമോ ഇല്ലയോ എന്നുള്ളത് അത് പല ഫാക്ടേഴ്സിനെയും ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ആഗോളതലത്തിൽ എബോള ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് ഒരു പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഹോമിയോപ്പതിയുടെ ആംഗിൾ അതിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് ലോകത്തിന് കൊടുക്കുന്നതിന് എബോളയ്ക്ക് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്, അനൗൺസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് ബന്ധപ്പെട്ട സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ റീച്ച് എന്നൊരു സ്ഥാപനം ഇവർക്ക് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കും എന്ന് കരുതും. രണ്ടാമത്തെ പോയിന്റ്, ഹലോ കേൾക്കാം സർ. ഓക്കെ സാർ, ഓക്കെ. എനിക്ക് ചിലപ്പോൾ ലിങ്ക് പോകുന്നല്ലോ തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 1 കോടിയിലധികം പേഷ്യൻസ് ഒക്കെയാണ് പിന്നെ കേരളത്തിലെ നമ്മളെ ക്ലിനിക്കുകളിൽ വന്നു പോകുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹോമിയോപ്പതിയെ സംബന്ധിച്ച് കൃത്യമായ മെഡിസിൻ നൽകണമെങ്കിൽ ഒരു വിശദമായ ഒരു പഠനം രോഗിയെക്കുറിച്ച് ആവശ്യമാണ്. അത് മിനിമം 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും. പക്ഷെ ഒരു ഗവൺമെന്റ് സെറ്റപ്പിൽ അത് പ്രായോഗികമില്ലെന്ന് നമുക്കെല്ലാം അറിയാം. 100 പേഷ്യൻസ് ഒക്കെ വരുന്ന ക്ലിനിക്കുകളുണ്ട്, ഗവൺമെന്റ് ക്ലിനിക്സ് തന്നെ. അപ്പോൾ എനിക്കൊരു പ്രപ്പോസൽ പറയാനുള്ളത്, ഇപ്പം പുതിയ ഗവൺമെന്റ് ഒക്കെ സപ്പോർട്ടീവ് ആയിരിക്കും. ഈവൻ നമ്മളെ മുഖ്യമന്ത്രി തന്നെ IFPHനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ഇനി അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം വരാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും പോലും. അപ്പം ഈ നമ്മുടെ കേരളത്തിലെ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് വിത്ത് കേരളത്തില് എല്ലാ ജനങ്ങളെയും അവരുടെ ഒരു ഡേറ്റാ സെന്ററിൽ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം, അതായത് ഹോമിയോപ്പതി പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഒരു വ്യക്തിയെക്കുറിച്ച് വേണോ അതെല്ലാം ഫ്രീ ആയിട്ട് കളക്ട് ചെയ്ത് ഒരു ഡേറ്റ ബാങ്ക് ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ചിന്തിച്ചാൽ, അങ്ങനെ ഒരു കാര്യം നടപ്പിലായാൽ ഒരു പേഷ്യന്റ് വന്നാൽ ഇമ്മീഡിയറ്റ് തന്നെ അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള പ്രോബ്ലംസ് കണ്ടിട്ട് മരുന്ന് കറക്റ്റായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ കഴിയും എനിക്ക് തോന്നുന്നു. ഇതിൽ കുറെ സാങ്കേതിക പ്രശ്നങ്ങളോ ധാർമ്മിക പ്രശ്നങ്ങളോ പലതും ഉണ്ടായിരിക്കാം. പക്ഷെ അതിനൊരു കമ്മിറ്റി വെച്ചിട്ട് അതിന്റെ സാധ്യത നോക്കിയിട്ട് അങ്ങനെ ഒരു സംവിധാനം, അതായത് കേരളത്തിലെ എല്ലാ പൗരന്മാരുടെയും ഹോമിയോപ്പതിക്ക് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ എന്തൊക്കെ ഡേറ്റ വേണം ഒരു നോർമൽ കേസിൽ, അങ്ങനെയാണ് ഹോമിയോപ്പതി പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടുമാണ് എനിക്ക് 2 സജഷൻസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഹോമിയോപ്പതിയെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് ഓരോ ഡോക്ടറും ഹോമിയോപ്പതിയുടെ പ്രചാരകനാണ്. മറ്റ് സിസ്റ്റത്തിന് കണക്കല്ല. ഓരോ ഡോക്ടറും അവർ എത്രത്തോളം സക്സസ് ആയിട്ട് ചെയ്യുന്നു അത് തന്നെ ഹോമിയോപ്പതിയുടെ പ്രചാരണമാണ്. ഹോമിയോപ്പതിയെ സംബന്ധിച്ച് വലിയൊരു പൊട്ടൻഷ്യലാണ് ഈ പ്രചാരണത്തിലുള്ളത്. കാരണം ഇപ്പോഴും ബിലോ 10% ആണ് ഹോമിയോപ്പതിയുടെ റീച്ച്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഇനി ഒരുപാട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയുടെ ഈ ഒരു മേഖലയിൽ IFPHന് വലിയ റോളുണ്ട്. ഈ സൂം മീറ്റിങ്ങിനപ്പുറത്തേക്ക് പലപ്പോഴും നമ്മൾ ഓപ്പൺ മീറ്റിങ്ങുകളിൽ പോയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ IFPHന് കഴിയട്ടെ. ഈ ഫുൾ ടീമിന് ഈ ഹാർഡ് വർക്കിനെ കുറിച്ച് വീണ്ടും എത്ര പറഞ്ഞാലും തീരില്ല. അത്ര സിൻസിയറായിട്ടാണ് എല്ലാവരും പോകുന്നത്. എല്ലാവർക്കും IFPHന് ഇസ്മായിൽ പറഞ്ഞതുപോലെ ഇനിയും 1000 കടക്കട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി. വളരെ നന്ദി സാർ. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയ വ്യക്തിയാണ് സലാഹുദ്ദീൻ സാർ. സാറ് ഇത്രത്തോളം ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പൊ സാറിനെ പോലെ ചിന്തകന്മാരെ കൂടെ IFPHന് ആവശ്യമുണ്ട്. നേരത്തെ ഫൈസൽ ഖാൻ സാർ പറഞ്ഞ പോലെ, സലാഹുദ്ദീൻ സാർ പറഞ്ഞ പോലെ ഡോക്ടർമാരിൽ നിന്ന് മാറിയ ഒരു വിഭാഗം വന്നാൽ മാത്രമേ ഏത് മെഡിക്കൽ സയൻസും അഡ്വാൻസ് ആവും. അലോപ്പതിയിലായ സംവിധാനമുണ്ട്, നമുക്കതില്ല. ഡോക്ടർമാർ മാത്രമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, പോരാ. IFPHനായിട്ടുള്ള തെളിവാണ്. സാർ വളരെ സന്തോഷം. അടുത്തതായി നമ്മുടെ വിമൻസ് കോളേജിലെ മുൻ പ്രൊഫസർ കൂടിയായ മാണിക്യം ക്ഷണിക്കുന്നു. മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? ഇന്നത്തെ ഈ വെബിനാറിൽ
എന്നെ ക്ഷണിച്ചതിന് ആദ്യം നന്ദി പറയുന്നു. രണ്ടാമത്, ഇതിൽ വന്നിരിക്കുന്നവര് ഭൂരിപക്ഷവും 1-2 പേര് കാണുമായിരിക്കും ഡോക്ടേഴ്സ് അല്ലാത്തവര്. എങ്കിലും എന്നെ കൂടി ഇതിനകത്ത് വിളിച്ചല്ലോ. എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടി നന്ദി പറയുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നേരത്തെ പറഞ്ഞു IFPH തുടങ്ങിയിട്ട് 2100 ദിനം ആയി എന്ന്. ഭയങ്കര ആശ്ചര്യം തോന്നുകയാണ്. കാരണം തിരക്കുള്ള ഈ ജീവിതത്തില്, വേഗതയുടെ ഈ കാലത്തില്, ഒന്നിനും നേരമില്ല എന്ന് പറയുന്ന ഈ കാലത്ത് ഇങ്ങനെ ഇത്രയും ദിവസം ഒരു വെബിനാർ നടത്താൻ കഴിയുക, അതേപോലെ തന്നെ ഓഫ്ലൈനായിട്ട് മീറ്റിങ്ങുകൾ നടത്താൻ കഴിയുക, ഇതൊക്കെ വളരെയധികം പ്രശംസിക്കേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു അവര് വളരെയധികം അഭിനന്ദനത്തിന് അർഹരാവുന്നതാണ്. ആര് തന്നെയാണെങ്കിലും ഇതിന്റെ പുറകിലുള്ളവരും ഇതിനോടൊപ്പം നിൽക്കുന്നവരും എല്ലാവരും തന്നെ. ഇന്ന് ഹോമിയോ വൈദ്യശാസ്ത്രത്തെ പറ്റി എനിക്കധികം പറയാനില്ല. എനിക്ക് ഒരു ആശംസ പറയലാണ് എൻ്റെ ജോലി. എങ്കിലും 2 സെന്റൻസ് പറയാം. ഇതര വൈദ്യശാസ്ത്രത്തില് രോഗത്തിനെ ചികിത്സിക്കുമ്പോൾ ഹോമിയോയിൽ രോഗിയെ ചികിത്സിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. പണ്ടൊരിക്കല് ഞാൻ എൻ്റെ ഒരു ചെറുപ്രായത്തില് ഒരമ്മ പറഞ്ഞ ഒരു സെന്റൻസ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. വ്യാധിയല്ല വ്യാധി, ആധിയാണ് വ്യാധി എന്ന്. അന്ന് അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് വരുന്ന വിഷമങ്ങൾ, പേടികൾ, ഭയങ്ങളെല്ലാം തന്നെയാണ് നമുക്ക് രോഗം വരുത്തുന്നത് എന്ന് ഒരു ധാരണ മനസ്സിലെത്തി കൂടിയിട്ടുണ്ട്. അതിൻ്റെ ശരിയോ തെറ്റോ ഒന്നും അറിയില്ല. പക്ഷെ ഇതര വൈദ്യശാസ്ത്രത്തിൽ രോഗത്തിനെ ചികിത്സിക്കുമ്പോൾ അവർക്ക് ഒരു കാര്യമുണ്ട്. ചെല്ലുന്ന രോഗി വണ്ണമുള്ളതാണോ, വണ്ണമില്ലാത്തതാണോ, മെലിഞ്ഞതാണോ, മെലിയാത്തതാണോ, ചൂടിഷ്ടമുള്ളവരാണോ, തണുപ്പിഷ്ടമുള്ളവരാണോ, ദേഷിക്കുന്നവരാണോ, ദേഷിക്കാത്തവരാണോ, ഒന്നും അവർക്ക് നോക്കണ്ട. പക്ഷെ ഹോമിയോപ്പതിക്കാർക്ക് മിനിമം 1 മണിക്കൂർ അവരുടെ അച്ഛൻ, അമ്മ, അവരുടെ ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ്, അക്വയർഡ് ക്യാരക്ടേഴ്സ് എല്ലാം അറിയണം. അറിഞ്ഞാൽ മാത്രമേ ഒരേ രോഗത്തിന് പല മരുന്ന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം പണ്ടാരോ പറഞ്ഞു കേട്ടതാണ്, എനിക്കറിയില്ല. വളരെയധികം പുരുഷന് നക്സ് കൊടുക്കുന്നെങ്കിൽ സ്ത്രീക്ക് ഇഗ്നീഷ്യ കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ വസ്തുത എനിക്കറിയില്ല ചില രോഗത്തിന്. എന്തായാലും എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു സെന്റൻസ് എന്ന് പറയുന്നത് സമാനമായതിനെ കൊണ്ട് സമാനമായതിനെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് തത്വമായിട്ട് ഇവരെടുത്തിരിക്കുന്നത് ഹോമിയോപ്പതിക്കാര് എന്ന് പറയും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉഷ്ണേന ശാന്തി. രോഗിയെ ചികിത്സിക്കുന്നു. രോഗിയെ ചികിത്സിക്കുമ്പോൾ നമ്മൾ ശരീരശാസ്ത്രത്തെ അറിഞ്ഞിരിക്കണം, അനാട്ടമി പഠിച്ചിരിക്കണം, ആ ദേഹത്തിലുള്ള എല്ലാ അവയവങ്ങളെ പറ്റിയും അറിഞ്ഞിരിക്കണം. പക്ഷെ ഹോമിയോ അവിടെ എങ്ങും കാണാത്ത ഒരു എന്തോ ഒന്നിനെയാണ് ചികിത്സിക്കുന്നത്. വാസ്തവത്തിൽ അവിടെ ഒന്നും കാണാത്ത ഒരു സൂക്ഷ്മതലത്തെ, അതിനെ നമ്മൾ മനസ്സെന്ന് പറയും. മനസ്സിനെ എങ്ങും കാണാൻ വയ്യ. ഹൃദയത്തിലാണോ, തലയിലാണോ, വേറെ എവിടെയെങ്കിലും ആണോ? എന്നാൽ നമ്മളതിനെ അനുഭവിച്ച് അറിയുകയും ചെയ്യുന്നു. ഭഗവാനെ അറിയുന്നവരെ, ഭഗവാനെ പറ്റി പറയുമ്പോൾ ഭഗവാനെ വിശ്വസിക്കുന്നവര് ആസ്തികരുമുണ്ട്, നാസ്തികരുമുണ്ട്, വിശ്വസിക്കുന്നവരുമുണ്ട്, അവിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അനുഭവസ്ഥനാണ്. അനുഭവസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയാനില്ല. അവർക്ക് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. അതിന് അവരുടെ ഒരു അലങ്കാരിക ഭാഷയുണ്ട്, അനുഭവൈക വേദ്യമെന്ന്. വാസ്തവത്തിൽ ഹോമിയോപ്പതിയും അത് തന്നെയാണ്. ഹോമിയോപ്പതിക്കാർക്ക് അവരുടെ ചികിത്സാ സമ്പ്രദായം വെറും പഞ്ചാര മരുന്നാണ്, വെള്ളമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടെങ്കിലും ഒരു തവണയെങ്കിലും മരുന്ന് കഴിച്ച് അതിൻ്റെ അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ ഞാൻ വിശ്വസിക്കുന്നെന്നും പറയില്ല, വിശ്വസിക്കുന്നില്ല എന്നും പറയില്ല, എനിക്ക് അനുഭവമാണ്, എനിക്കത് ഇഷ്ടമാണ് എന്ന് പറയും. ഏതായാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ആശീർവാദ പ്രസംഗമാണ്. ഞാൻ ആശീർവാദം പറഞ്ഞു പോയത് എൻ്റെ വാക്ക് വേറെ ആയതുകൊണ്ടാണ്. ആശംസ പ്രസംഗമാണ്. എങ്കിലും ഒരു സെന്റൻസ് കൂടി ഞാൻ പണ്ടൊരിക്കൽ കേട്ടിട്ടുള്ളതാണ്. അത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. പതഞ്ജലി എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു രാജീവ് ദീക്ഷിത് എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വധിക്കപ്പെട്ടു എന്നാണ് കേട്ടത്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു പ്രസംഗം അതിൻ്റെ ഒരു അംശം ഞാൻ കേട്ടിട്ടുണ്ട്.
അവരെ ദേശസേവനം, ദേശത്തെ സർവീസ് ചെയ്യാൻ നടക്കുന്നതിനിടയ്ക്ക് വടക്കേണ്ടിയിലുള്ള ഒരു ഗ്രാമത്തിൽ ചെല്ലുകയും അവിടെ ആ ഗ്രാമത്തിൽ അധികം ആൾക്കാരും മദ്യപിച്ച് വശം കെട്ട് കിടക്കുന്നവരാണെന്ന് കാണുകയും ചെയ്തിരുന്നുവെന്നും എങ്ങനെ ഇവരെ സുഖപ്പെടുത്താം, എങ്ങനെ ഇവരെ ഇതിൽ നിന്ന് മുക്തരാക്കാമെന്ന് ആലോചിച്ചിട്ട് അവസാനം അവരെ അമ്പലത്തിൽ തീർത്ഥമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ ബക്കറ്റ് നിറച്ച് വെള്ളമെടുത്തിട്ട് അതിനകത്ത് സൾഫർ 200-ന്റെ ഒരു തുള്ളി ചേർത്തു എന്നും അങ്ങനെ ഒരു 2 ആഴ്ചത്തോളം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനോട് താല്പര്യം കുറഞ്ഞു എന്നും പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും ഡോക്ടർ അല്ലാത്തത് കൊണ്ട് എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ വയ്യ. പിന്നെ നേരത്തെ പറഞ്ഞ ആ സജഷൻ ഡാറ്റ കളക്ഷൻ അത് കൊള്ളാമോ, അത് സ്വീകരിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. എന്തു വന്നാലും ഈ പ്രോഗ്രാമിന് 2100 ദിവസം വരെ കൊണ്ടു നടന്ന ഇന്ന് ആഘോഷിക്കുന്ന ഈ പ്രോഗ്രാമിനും ഇനി മുതൽ ഉണ്ടാകാനിരിക്കുന്ന 5000 വരെ പോകും എന്ന് പറഞ്ഞെങ്കിൽ ആ 5000 വരെ പോകുന്ന ആ വെബിനാറിന് വേണ്ടിയും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു ഈശ്വരനാമത്തിൽ. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും തന്നെ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമസ്കാരം. വളരെ നന്ദി. വളരെ ഭംഗിയായ വാക്കുകളാണ്. ഒരു കോളേജ് പ്രൊഫസറുടെ വാക്കുകൾ കേൾക്കാൻ ശ്രമിക്കാൻ ഭാഗ്യമുണ്ടായി. സന്തോഷം. കാരണം ഞങ്ങളൊക്കെ പ്രൊഫഷണൽ കോളേജ് പഠിക്കുന്നവരാണ്. വളരെ ലിമിറ്റഡ് റിസോഴ്സസ് ഉള്ള സംവിധാനത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയത്, നമ്മുടെ നാട്ടിൽ എല്ലാ പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികളെ ഒരു സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു മാസത്തിൽ 2 ദിവസം കൊണ്ട് ഇരുത്തണം എന്ന് പറഞ്ഞാൽ അത്രയധികം അറിവുകളാണ് മാഡം പറഞ്ഞത്. വളരെ സന്തോഷം. നമുക്ക് അടുത്തതായിട്ട് IFPHൽ സീനിയർ പാർട്ട്ണർ കൂടിയായ വേണുഗോപാൽ റെഡ്ഡി സാറിനെ ക്ഷണിക്കാം. സാർ പ്ലീസ് ഇൻവൈറ്റ് ചെയ്യണം സാർ. ഓക്കെ സുഹൃത്തുക്കളെ, ഞാനൊരു കഷ്ടിച്ചൊരു 3 മിനിറ്റേ സംസാരിക്കത്തുള്ളൂ. ഈ 2100 എനിക്ക് ഐ എം നോട്ട് ഷുവർ, ഇപ്പോഴും എനിക്ക് അറിയാവുന്നത് ദിവസവും 3 സെഷൻസ് ഉണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. തുടക്കം മുതൽ ഉണ്ടായിരുന്നോ എനിക്ക് അറിഞ്ഞൂടാ. തുടക്കം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ 2100 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 6300 സെഷൻസ് ആണ്. അത് ചെറിയ നമ്പരൊന്നും അല്ല. എന്തായാലും ഇതിന് ഒരു സസ്റ്റൈൻഡ് പാഷൻ ആൻഡ് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു വെബിനാറിനൊക്കെ കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ അമേരിക്കയിലാണ്. ഞാൻ മോഡേൺ മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ CME കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ്. അത് ഓരോ സ്റ്റേറ്റിനും വ്യത്യാസമുണ്ട്. ചില സ്റ്റേറ്റിന് 20 മണിക്കൂർ മതി ഒരു കൊല്ലത്തിൽ, വേറെ ചില സ്റ്റേറ്റിൽ 50 മണിക്കൂറിന്റെ കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ. പക്ഷെ ഞാനിവിടെ കാണുന്നത് ഇവിടെ നല്ലൊരു ശതമാനം ഡോക്ടേഴ്സും ആ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കിയത് കൊണ്ട് മാത്രം ഈ ചില സെഷൻസിൽ വരും. ആ സെഷൻസിൽ വരുന്നത് തന്നെ 1 മണിക്കൂറുള്ള സെഷനിൽ വരുന്നത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ലേറ്റ് ആയിട്ട് വരും. വന്ന് അവിടെ ഒപ്പിടും. ചില അവരുടെ പ്രസൻസ് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ സ്ഥലം വിടും. അങ്ങനെ കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ താല്പര്യം വളരെ കുറവാണ് അലോപ്പതി ഡോക്ടേഴ്സ് അമേരിക്കയിൽ. അങ്ങനെയുള്ളപ്പോൾ ഞാനിവിടെ കാണുന്നത്, നിങ്ങൾ ഈ ഹോമിയോപ്പതിക്കാർ വന്നിട്ട് ഈ കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഇത്രയധികം താല്പര്യത്തോട് വരുന്നത്. ഞാനിവിടെ ഒരു 10-15 സെഷൻസ് ഞാൻ തന്നെ സ്പീക്കറായിട്ട് വന്നിട്ടുണ്ട്, ചിലപ്പോൾ കേൾക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഒരു ആവറേജ് മിക്കപ്പോഴും ഒരു 50 പേരെങ്കിലും ഉണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം എത്ര പേര് കാണുന്നതെന്നും എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ കയറി കാണും. അപ്പൊ അതിൽ ചിലരുടെ ഇതിനൊക്കെ 200-300 പേര് കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹോമിയോപ്പതിക്കാർ വന്നിട്ട് കുറെ കൂടെ അവര് ആ ഓപ്പൺ മൈൻഡഡ്, ആ നോളജ് എൻഹാൻസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതുണ്ട്. ദാറ്റ് ഈസ് സംതിങ് ഞാൻ വളരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ സ്വീകരിക്കുന്നു. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കണ്ടിന്യൂ ദി എഫേർട്സ്. വളരെ നന്ദി സാർ. വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അങ്ങയുടെ തലച്ചോറിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നത്. വളരെ നന്ദി സാർ. അടുത്തതായിട്ട്
ഡോക്ടർ അമർ ബോധി, ഡൽഹിയിലെ ഹോമിയോപ്പതിയുടെ മുഖമാണ്, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ്. BK സൂർ കോളേജിലെ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഹെഡും പ്രൊഫസറും കൂടിയാണ്. ഡോക്ടർ ബോധിയെ ക്ഷണിക്കുന്നു. ഡോക്ടർ ബോധി പ്ലീസ്. കേൾക്കാമല്ലോ അതൊക്കെ. കേൾക്കാം കേൾക്കാം. ഇതിനകത്ത് വരിക എന്നുള്ള ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒന്ന്, സേഠ് സാറ് നമ്മൾ അധ്യാപകനായിട്ട് സാറിനെ കണ്ടു. അത് വളരെ ഒരു അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ്. ഡോക്ടർ സലാഹുദ്ദീൻ സാറ് ഈ തുടങ്ങിയ സമയത്ത് എന്നെ വിളിക്കുമായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഞാനും സാറുമായിട്ട് ഫോണിൽ സംസാരിച്ചു. സാർ ഇപ്പോഴത് ഓർക്കുന്നുണ്ട്. ഡോക്ടർ ഷാജി സാർ ഡോക്ടറായിട്ട് ഒരുപാട് പ്രാവശ്യം ഡൽഹി വന്നപ്പം കാണുകയും വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ മനോജുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ ഉണ്ട്. പിന്നെ ഈ സംഘടനയുടെ വലിപ്പവും ഇത് ചെയ്ത പ്രവൃത്തിയെയും കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഓർമ്മയുള്ളതിന്റെ 100ാമത് നമ്മൾ ആഘോഷിച്ചത് അന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറായിരുന്നു നമ്മൾ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചത്. അന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറും സേഠ് സാറ് പറഞ്ഞ അതേ കാര്യം പറഞ്ഞു, നിങ്ങൾ എന്തിനു 100 ദിവസം കൊണ്ട് നിർത്തും, നിങ്ങൾക്ക് തുടർന്നുകൂടെയെന്ന്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിന്റെ പിന്നണിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരിലും ഒരു ക്വാളിറ്റി, ഒരു പാഷനാണ്. ഡോക്ടർ മനോജിനെ എനിക്കറിയാം. ആ ഒരു അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര പാഷനേറ്റഡ് ആൾക്കാരാണ്. പിന്നെ സേഠ് സാറിന്റെ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഓരോ പ്രാവശ്യവും ഓരോ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സാറിൻ്റെ കൂടെ ഇരിക്കാന്ന് പറയുമ്പോൾ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള കുട്ടികൾക്കോ സാറിൻ്റെ കൂടെ ക്ലിനിക്കിൽ ഇരുന്ന കുട്ടികൾക്കോ കിട്ടുന്നൊരു ഭാഗ്യം നമുക്ക് ഇപ്പോഴും കിട്ടുന്നുള്ളതാണ്. ഇതിനകത്ത് പങ്കെടുക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ് അങ്ങനെ ആഘോഷിക്കും. കാര്യം സാറിന്റെ കൂടെ നമ്മളിപ്പം ഞാൻ ഗ്രേഡ് BHMS പഠിച്ചപ്പോഴായിക്കോട്ടെ, PGക്ക് സാറിന്റെ എക്സാമിനർ ആയിരുന്നു, എക്സാമിനർ സമയത്തായിക്കോട്ടെ, സാറിന്റെ ഓരോ പ്രാവശ്യവും സാർ ഓരോ കാര്യം പറഞ്ഞു തരുമ്പോൾ അത് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഡോക്ടേഴ്സ് പോലും അത് വളരെ ചെറിഷ് ചെയ്യുന്നുണ്ട്. സാറിൻ്റെ കൂടെ ആയിരുന്നിട്ടുള്ള ഓരോ സമയവും നമുക്കെല്ലാവരും വളരെയധികം ഭാഗ്യമായിട്ട് കാണും. പിന്നെ ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ ഒരു സത്യസന്ധതയാണ് ഇതിന്റെ പ്രത്യേകത. കാര്യം ഇതൊരു ആരും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാം അല്ല. ഹോമിയോപ്പതിയിലെ വിദ്യാഭ്യാസത്തിന്റെയും ഒപ്പം ആരോഗ്യ പ്രവർത്തനങ്ങളുടെയും വിവിധ ഘട്ടങ്ങളിൽ വന്ന ഓരോ വിഷയവും ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനിത് ഞാനും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ലീഗൽ ആസ്പെക്ട്സ് ചർച്ച ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് നാഷണൽ കമ്മീഷൻ ഓഫ് ഹോമിയോപ്പതി കൊണ്ടുവന്നിട്ടുള്ള ആരോഗ്യരംഗത്ത് ഹോമിയോപ്പതി വിദ്യാഭ്യാസ രംഗത്തുള്ള വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പൊതുജനാരോഗ്യ ബില്ല് ചർച്ച ചെയ്തിട്ടുണ്ട്. വിവിധങ്ങളെ അസുഖങ്ങളെക്കുറിച്ചും എപ്പിഡമിക് ഡിസീസിനും അതിനെക്കുറിച്ചുള്ള അത് സമസ്ത മേഖലകളും ഒരു ഡോക്ടർ ഒരു സമൂഹത്തിൽ ഇടപെടേണ്ട സമസ്ത മേഖലകളും സത്യസന്ധമായി ഇടപെട്ട ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിനെ അഭിമാനിക്കാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും അത് ഇവര് വളരെ ഏറ്റവും രസകരമായി തോന്നിയ ഒരു സംഭവം, ഇതിനകത്ത് സമൂഹത്തിന് വിവിധ തുറയിലുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നുണ്ട്. മ്യൂസീഷ്യൻസ്, സംഗീതജ്ഞന്മാര്, കഥാകൃത്തുകള്, നാടകൃത്തുകള്, റേഡിയോ പ്രവർത്തകർ, അങ്ങനെയുള്ള രാഷ്ട്രീയക്കാര്, അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആൾക്കാരെ ഈ ഒരു സംഘടനയിലൂടെ ഹോമിയോപ്പതിയായിട്ട് ബന്ധപ്പെടുത്താനും അതുവഴി ഒരു സാമൂഹ്യ ഇടപെടൽ, ഹോമിയോപ്പതി സിസ്റ്റത്തിന്റെ ഒരു സാമൂഹ്യ ഇടപെടൽ നടത്താൻ ഈ സംഘടന കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്റെ സംഘടനയെക്കാൾ ഉപരിയായിട്ട് ഇത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന വിവിധ മേഖലകൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഹോമിയോപ്പതിയെ ബന്ധപ്പെടുത്താനും അതുവഴി ഹോമിയോപ്പതിയുടെ പ്രചരണം സാധ്യമാക്കാനും അതുവരെ ഇതിനകത്ത് പുതിയ മാനങ്ങൾ നൽകാൻ ഈ സംഘടന കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓഫ്ലൈനായിട്ട് പരിപാടി നടത്തിയ സമയത്ത് ഡോക്ടർ മനോജനെ ക്ഷണിച്ചിരുന്നു. പക്ഷെ ഞാൻ ഡൽഹിയിലായിട്ട് വരാൻ പറ്റിയില്ല. ഞാനതിൻ്റെ ബാക്കി കൃത്യമായി കാണുകയും ഈ ആകാശവാണിയിൽ കൃത്യമായി നടന്ന പരിപാടികളും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 2-3 നടത്തിയ എല്ലാ പ്രോഗ്രാമും കൃത്യമായി വാച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത എനിക്കൊരു സജഷനായിട്ട് തോന്നിയിട്ടുള്ളത്, ഇതിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇൻവോൾവ്മെന്റ് സജീവമായിട്ട് വേണമെന്നൊരു ആഗ്രഹം ഞാൻ പല പ്രാവശ്യവും പറഞ്ഞ കാര്യം. പ്രത്യേകിച്ചും PG പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒരു പേപ്പർ പ്രസന്റേഷനുള്ള ഒരു വേദിയായിട്ട് ആഴ്ചയിൽ 1 ദിവസമോ മാസത്തിൽ 1 ദിവസമോ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ഇന്റർനാഷണലോ ഇംഗ്ലീഷിലായിരിക്കട്ടെ ഇന്റർനാഷണൽ സെമിനാറിൽ അവരുടെ പേപ്പർ പ്രസന്റ് ചെയ്ത തരത്തിൽ അവർക്കൊരു വലിയ ഓഡിയൻസിനെ കിട്ടാനും അതുവഴി അവർക്ക് കുറച്ചുകൂടെ വലിയൊരു എക്സ്പോസർ കിട്ടാനും സഹായിക്കും. അതുകൂടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. സലാഹുദ്ദീൻ സാറ് പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റാണ്. കാര്യം ഇതിനകത്ത് ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞത് വലിയൊരു സംഭവമാണ്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു രേഖ നമുക്കുള്ളത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഉദ്ഘാടകനായിട്ട് വന്ന ഡോക്ടർ വളരെ വളരെ സത്യസന്ധമായും സജസ്റ്റ് ചെയ്തൊരു കാര്യം, ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് ഒരു IPD ഫെസിലിറ്റി വേണം. കാര്യം നമ്മുടെ ആശുപത്രിയിൽ അങ്ങനെ ഫെസിലിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് വളരെ സാധാരണ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് ഉള്ള ചികിത്സാ സമ്പ്രദായത്തിലൂടെ വളരെ മാരകമായ രോഗങ്ങളെ പോലും ചികിത്സിക്കാൻ കഴിയുമെന്നുള്ളത് ആശുപത്രി സംവിധാനമുള്ള ഈവൻ നിംസ് പോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യം. നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഇൻ കേസ് എമർജൻസി സർവീസ് വേണ്ടപ്പോൾ
മറ്റ് സിസ്റ്റത്തിൻ്റെ സഹായം നമുക്ക് സ്വീകരിക്കുന്നതിന് ഒരു മടിയും കാണിക്കാതെ നമുക്ക് അവരുടെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റും ഉണ്ടാക്കാൻ കഴിയും. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിനകത്തൊരു പാർട്ടായി ഇതിന് ഇനിയുള്ള എല്ലാ കാലങ്ങളിലും സഹകരിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ ചെയ്യുന്ന പോലെ സഹകരിക്കാൻ പല ഘട്ടങ്ങളിൽ പങ്കെടുക്കാൻ സമയക്കുറവുകൊണ്ട് പറ്റാറില്ല. എന്നാൽ പോലും മിക്കവാറും എല്ലാ പ്രോഗ്രാം കാണാറുണ്ട്. ഒന്നുകൂടെ സെഡ് സാറിനും ഇതിനകത്ത് സാറിൻ്റെ ബാക്കിയുള്ള എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം. അതെ, KPSC നാടകമുണ്ട്. എന്നെ നാടകം ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലെ ബോധിയിലായി കോളേജിൽ കോളേജിൽ നിന്ന് തന്നെ വന്ന വരവാണ്. ഇപ്പൊ എന്തോ പരീക്ഷ എന്തൊക്കെ പരിപാടിയുണ്ട്. ബോധിക്കില്ലാത്ത അത്രത്തോളം ഇൻവോൾവ് ആണ്. അപ്പൊ എന്തായാലും ബോധിയിൽ പങ്കെടുത്ത് മാത്രമല്ല, ആ ബോധിയുടെ ഇന്റലിജൻസ് പറഞ്ഞ വാക്കുകൾ വളരെ അളന്നു തൂക്കിയാണ് പറഞ്ഞത്. അതും വളരെ രസകരമായിരുന്നു. വളരെ ശ്രദ്ധാപൂർവം കേട്ടു. വളരെ ഈ പറഞ്ഞ പോലെ പല സ്ഥാപനങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കോർപ്പറേറ്റ് കൾച്ചർ ആശുപത്രി നടത്തുന്ന ഡോക്ടർമാരല്ല. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിക്ക് മുൻപുണ്ടാകുന്ന ഐറ്റം ഇനി ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. നമ്മളുടെ ഭാഗത്ത് നല്ല എഫർട്ട് ഉണ്ടായാൽ മാത്രം മതി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ലുബൈനയുടെ ഹസ്ബൻഡ് ഡോക്ടർ നിസാം. ഒരു പ്രത്യേകത ഉള്ളത് അഗ്രികൾച്ചർ ഓഫീസറാണ്. അഗ്രികൾച്ചർ പഠിച്ച് BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ ഓഫീസറായിരിക്കെ ഹോമിയോപ്പതി പഠിക്കാൻ സമയം കണ്ടെത്തിയ വ്യക്തിയാണ്. ഡോക്ടർ നിസാമിന്റെ വൈഫ് ഡോക്ടർ ലുബൈന കാട്ടാക്കട ക്രിസ്ത്യൻ ബോട്ടണി വിഭാഗത്തിന്റെ HOD ആണ്, വൈസ് പ്രിൻസിപ്പളാണ്. PG റിസർച്ച് സ്കോളറാണ്, റിസർച്ചിന്റെ ഹെഡാണ്. ഡോക്ടർ ലുബൈനെ ക്ഷണിക്കും. ഡോക്ടർ ലുബൈന പ്ലീസ്. കേൾക്കാവോ? കേൾക്കാം. IPHന്റെ 2100ാമത് വെബിനാറിന്റെ ഈ ദിനാഘോഷ വേളയിൽ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ ഇസ്മായിൽ സേഠ് അവർക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഡോക്ടർ ഫൈസൽ ഖാൻ അദ്ദേഹം, സ്വാഗതം ആശംസിച്ച ഷൈല മാഡം, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങള്, അതുപോലെ ഈ പരിപാടിയുടെ മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ മനോജ് GS, പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിനിധികൾക്കും എന്റെ നമസ്കാരം. ഹോമിയോപ്പതി എന്ന ഈ ഒരു മഹത്തായ ചികിത്സാ രീതിയുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ പ്രചാരണത്തിനും വേണ്ടി ഈ രൂപം കൊണ്ട ഈ IFPH എന്ന ഈ സംഘടന ഇവിടെ നടത്തുന്ന 2100 എപ്പിസോഡില് എനിക്ക് ഒരു ആശംസ അർപ്പിക്കാൻ കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അഭിമാനവും ആണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതി എന്ന് പറയുന്ന ചികിത്സാ രീതിയെ ഇത്ര ഉന്നത തലങ്ങളിൽ എത്തിക്കാനായിട്ട് IFPHന് ഒരുപാട് നേട്ടങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയുന്നത് മറ്റ് ചികിത്സാ രീതികളെ സംബന്ധിച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം, ഹോമിയോപ്പതി എന്നത് ഓരോ വ്യക്തികളുടെയും മനുഷ്യന്റെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ചികിത്സാ രീതി എന്നാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തില് വളരെ തുടർച്ചയായിട്ട് ഇത്തരത്തില് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും എപ്പിസോഡോട് കൂടി ഒരു വെബിനാർ സംഘടിപ്പിക്കുന്ന വേറെ പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. ഞാനൊക്കെ കോളേജിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന വളരെ എന്തെങ്കിലുമൊക്കെ ഒരു വർഷത്തിൽ ഒരു 5 or 6 അല്ലെങ്കിൽ ഒരു 10 പ്രോഗ്രാം നടത്തുമ്പോൾ അതിന്റെ പാട് നമുക്കറിയാം. പക്ഷെ ഇത്ര തുടർച്ചയായിട്ട് ഇത്രയും ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരായിട്ടുള്ള പല ഡോക്ടേഴ്സിനെ സംഘടിപ്പിച്ചിട്ട് അവരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ചികിത്സാ രംഗത്തുള്ള അവരുടെ എല്ലാ അനുഭവങ്ങളും പങ്കുവെക്കുകയും അത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും വളരെ പ്രചോദനപ്രദമാക്കുകയും അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും അവരുടെ ചികിത്സാ രീതിയിൽ ഇത് ഗുണപ്രദമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു സംഘടന ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. സത്യത്തിൽ അത് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം ഞാൻ ഒരു ഹോമിയോ ഡോക്ടറുടെ വൈഫ് എന്നുള്ള നിലയ്ക്ക് ഈ IFPHന്റെ കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഭർത്താവ് വഴി എനിക്കും ഗുണപ്രദമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിനോട് വളരെയധികം നന്ദിയുണ്ട്. ഇത്തരം ഈ ദൗത്യങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും, ഈ IFPHലുള്ള എല്ലാ ഭാഗികളും പ്രത്യേകമായി അഭിനന്ദനം അർഹിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ചികിത്സാ സമ്പ്രദായത്തിന് നമുക്ക് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ഹോമിയോപ്പതി എന്നതിന് ഒരു പുതിയ ദിശാബോധം തന്നെ കൊടുക്കാനായിട്ട് ഈ IFPHന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ഭാരവാഹികൾക്കും ഇത് വളരെയധികം പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഇത്തരം ചർച്ചകളിലൂടെ നടക്കുന്ന ഒരുപാട് ആശയങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഈ ആശയങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ലോക ജനതയ്ക്ക് തന്നെ ഒരുപാട് അവരുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും
ഇത്തരം ഈ പരിപാടി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വെബിനാർ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത്തരം വെബിനാർ ഇനിയും തുടർന്ന് പോകുന്നതിന് ഇതിന്റെ യാത്രയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച, ഞാൻ ഇതിലെ വേറിട്ടൊരു അംഗമാണെന്ന് എനിക്കറിയാം. വന്നവരെല്ലാം അധികം ആൾക്കാരും മെഡിക്കൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരാൾ മാത്രമേ അധ്യാപിക ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്കും ഒരു അവസരം തന്ന ഇതിന്റെ മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ മനോജ് GS-നും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ സംഘാടകർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ നിർത്തുന്നു. നന്ദി. വളരെ നന്ദി ഡോക്ടർ ലുബേന. അടുത്തതായി ഡോക്ടർ സാജൻ എഡീസൺ, ഹോമിയോപ്പതിയുടെ ഭാവി വാഗ്ദാനമായി കാണുന്ന തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിലെ മുൻ ചെയർമാൻ കൂടിയായ ഡോക്ടർ സാജനെ ക്ഷണിക്കുന്നു. ഡോക്ടർ സാജൻ പ്ലീസ്. കേൾക്കാമോ സാറേ? കേൾക്കാം. അത് വളരെയധികം സന്തോഷം. IFPHന്റെ 2100 വെബിനാർ ദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും അതോടൊപ്പം എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി, സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. വീട്ടിൽ പവർ കട്ടാണ്, അതുകൊണ്ടാണ് പവർ കട്ടാണോ കറണ്ട് പോയെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ആക്കാൻ പറ്റാത്തത്. എന്തായാലും വളരെയധികം സന്തോഷം. എന്നും IFPH എന്ന് പറയുന്നത് എന്നും എനിക്ക് എന്നൊരു സ്പേസ് തന്നതും, എനിക്കൊരു ഡോക്ടർ എന്ന രീതിയിൽ പഠിച്ച് പുറത്തിറങ്ങിയപ്പോഴും അല്ലെങ്കിൽ പഠിക്കുമ്പോഴും പല കാര്യങ്ങളും നമുക്ക് ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ അറിവിന്റെ ഒരു പര്യാപ്തം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാർ നമുക്ക് പല നിർദ്ദേശങ്ങൾ നൽകി. അതുപോലെ തന്നെ ആയുഷിന്റെ ഓരോ തരത്തിലുള്ള വിഷയങ്ങൾ വന്നപ്പോഴും അതിലൊക്കെ ഒത്തൊരുമിച്ച് പ്രതികരിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നും പ്രൊവൈഡ് ചെയ്തൊരു സംഘടന തന്നെയാണ് IFPH. പ്രത്യേകിച്ചും അതിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഇസ്മായിൽ സേട്ട് സാർ ഉൾപ്പെടെ, പിന്നെ ഷാജി കൂടിയോട്ട് സാർ ഉൾപ്പെടെ, മനോജ് ഡോക്ടർ, ശൈല മേഡം ഉൾപ്പെടെയുള്ള, അബ്ദുൽ സലാം ഡോക്ടർ ഉൾപ്പെടെയുള്ള സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ആ ഒരു ലീഡർഷിപ്പ് തന്നെയാണ് IFPH എന്ന സംഘടനയെ എന്നും വ്യത്യസ്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അന്ന് കോവിഡ് മഹാമാരി വന്ന സമയത്ത് ഹോമിയോപ്പതി അല്ലാതെ മറ്റൊരു വൈദ്യശാസ്ത്രത്തിനും ഇത്തരത്തിൽ ഈ ഒരു മഹാമാരിയെ പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്ന് ലോകം വിധിയെഴുതിയപ്പോൾ അന്ന് ധീരമായി ഹോമിയോപ്പതി ഡോക്ടർമാരാണ് ഈ ലോകത്തും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും അങ്ങോളം ഇങ്ങോളം പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യാൻ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഈ മഹാമാരിയെ പിടിച്ചു കെട്ടുന്നതിൽ ഹോമിയോപ്പതിയുടെ പങ്ക് തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ്. അതിനപ്പുറം പലതരത്തിലുള്ള വിഷയങ്ങൾ ആയുഷുമായി ബന്ധപ്പെട്ടും ഹോമിയോപ്പതിയായിട്ട് ഉണ്ടായപ്പോഴൊക്കെ IFPHന്റെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങൾ വളരെയധികം എഫക്റ്റീവായിട്ട് ഹോമിയോപ്പതി മേഖലയെ തന്നെ പിടിച്ചു നിർത്തുന്നതിന് വളരെ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. എപ്പോഴും IFPH എന്ന് പറയുമ്പോൾ എനിക്ക് എന്നും വളരെയധികം സന്തോഷം തോന്നുന്ന, അല്ലെങ്കിൽ എപ്പോഴും പങ്കെടുക്കണം, കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും എനിക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ഷാജി കുടിയോ ഡോക്ടറാണ്. കാരണം എന്തൊരു വിഷയം വന്നാലും സാറ് വിദൂരതയിലാണെങ്കിൽ പോലും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് അതിന് വേണ്ട കൃത്യമായുള്ള ഗൈഡൻസ്, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ തന്നെ ഷാജി സാർ വിളിക്കും. ഷാജി സാറിന്റെ ഒരു കോളുറപ്പാണ്, അത് ഇന്ന കാര്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ IFPH എന്ന സംഘടന 2100 ദിവസം ഇത്തരത്തിൽ വെബിനാർ നടത്തി എന്നുള്ളത് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം ഒരു ദിവസം പോലും തടസ്സമില്ലാതെ, പലപ്പോഴും എനിക്കും അത് പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും പങ്കെടുക്കാൻ പറ്റാറില്ല. അത്രത്തോളം ദിവസങ്ങൾ ലൈവാക്കിക്കൊണ്ട് നമ്മുടെ സീനിയർ ആയിട്ട് ഡോക്ടേഴ്സ് തന്നെ നമുക്കൊരു മാർഗനിർദ്ദേശമായിട്ട് നിൽക്കുമ്പോൾ അത് വളരെയധികം സന്തോഷം. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒരു വിഷയം ചൂണ്ടിക്കാട്ടാനുള്ളത്, ഇന്ന് പലപ്പോഴും എന്നെ പോലുള്ള ഹോമിയോപ്പതി മേഖലയിലേക്ക് കടന്നു വന്ന്, ഞാനും ഹോമിയോപ്പതിയിൽ വരണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളല്ല. മെഡിക്കൽ എൻട്രൻസ് എഴുതി MBBS കിട്ടാത്തത് കൊണ്ട് ഹോമിയോപ്പതിയിലോട്ട് വന്ന ഒരാളാണ്. പക്ഷെ എങ്കിലും ഈ ഒരു മേഖലയിൽ വന്ന് ഇതിന്റെ അത്ഭുതങ്ങളെ പറ്റി മനസ്സിലാക്കിയപ്പോൾ, ഇതിന്റെ സാധ്യതകളെ പറ്റി മനസ്സിലാക്കി അത് ഇഷ്ടപ്പെട്ട് ഈ ഒരു മേഖലയിൽ തന്നെ നിൽക്കണമെന്ന് തീരുമാനിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് പലപ്പോഴും എൻ്റെ കൂടെ പഠിച്ച പല വിദ്യാർത്ഥികൾക്കും ഇതിൽ നിൽക്കാൻ പറ്റാത്തൊരു സാധനം, പലപ്പോഴും പലരും മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എടുക്കുകയും അതുപോലെ മറ്റ് കോഴ്സുകൾ എടുത്തുകൊണ്ട് ഹോമിയോപ്പതി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഇന്ന് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പലരും പറയാറുണ്ട്, ഹോമിയോപ്പതി പഠിച്ചിട്ട് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഈ ഫീൽഡ് വിട്ടു പോകുന്ന അനേക ഹോമിയോ ഡോക്ടർമാരുണ്ട്. അത് IFPH എന്ന സംഘടന ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ കാണണം. എങ്കിൽ മാത്രം ഇനി താഴെ വരുന്ന നമ്മളെ തലമുറയും പഠിച്ച് ഹോമിയോപ്പതി മേഖലയിൽ നിന്നാൽ മാത്രമേ ഇനി ഹോമിയോപ്പതിക്ക് ഒരു വളർച്ച, അല്ലെങ്കിൽ നമ്മൾ ഹോമിയോപ്പതിയുടെ കാര്യങ്ങൾ മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതൊന്ന് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണം. ഇനി പഠിച്ചിറങ്ങുന്ന
പുതിയ ഡോക്ടർമാർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും അത്തരത്തിൽ അവരുടെ കാര്യങ്ങൾ പരിപോഷിക്കുന്നതിനുള്ള കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു മീറ്റിംഗിൽ സൂചിപ്പിക്കാനുള്ളത്. എന്നെ ഇന്നത്തെ 2100 ദിവസത്തെ സെഷനിൽ എന്നെ ആശംസ അറിയിക്കാനായിട്ട് അവസരം തന്നതിൽ എല്ലാ ഇതിന്റെ ഭാരവാഹികൾക്കും ഒന്നുകൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം, കുഴപ്പമില്ല, സന്തോഷം. നേരത്തെ നമ്മുടെ ആദരണീയനായ ഉദ്ഘാടകൻ ഫൈസൽ ഖാൻ സാർ പറയുകയുണ്ടായി, നിംസ് റെഡിയാണ് ഇതോടെ സഹകരിക്കാൻ. അപ്പൊ അത്തരം അങ്ങനെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തേടുന്നുണ്ട്. മാത്രമല്ല എന്റർപ്രൈനർഷിപ്പിനെ കുറിച്ചും മെഡിക്കൽ ടൂറിസത്തെ കുറിച്ചും IFPI ചർച്ച ചെയ്തിരുന്നു. അതിന്റെ അനുകരണങ്ങൾ ചില സ്ഥലത്ത് ഉണ്ടായിട്ടുമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. മാത്രമല്ല ഒരു കാര്യം സാറിനോട് ആവശ്യപ്പെടാനുള്ളത്, വിദ്യാർത്ഥികളെ കൂടുതലായിട്ട് പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന ശരാശരി പ്രായം നോക്കിയാൽ 60 ആയിരിക്കും എന്ന് തോന്നുന്നു. അത് പോരാ, ചെറുപ്പക്കാർ വരേണ്ടതുണ്ട്. അപ്പോൾ ഇനി അബ്ദുൽ സലാം സാറിലേക്ക് പോകാം. സാർ നമ്മുടെ അവിടെ വെരി വെരി സ്പെഷ്യൽ ആണ്. സാർ എന്ത് പറയുന്നു? ആശംസകൾ സാറിന്റെ വകയായിട്ട്. അത് ഹരിഹരൻ സാറിലേക്ക് വരുന്നതാണ്. സാർ പ്ലീസ്. നന്ദി മനോജ് ഡോക്ടർ. പ്രതീക്ഷമാണെങ്കിലും 2100 ദിനം നമ്മൾ വളരെ വിജയകരമായി മുന്നേറിയിരിക്കുകയാണ്. അതിന് 2101 ആശംസകൾ നേരുകയാണ്. വളരെ സന്തോഷമുണ്ടെന്ന് എനിക്ക്. കാരണം നമ്മുടെ ഇതിന്റെ തുടക്കക്കാരനായ സലാഹുദ്ദീൻ സാറിനെ ഇതിൽ നേരിൽ കണ്ടു എന്നുള്ളതിലും ഞങ്ങളെപ്പോഴും ബന്ധപ്പെടാറുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജോലി തിരക്ക് കാരണം അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റാറില്ല. ഇപ്പോഴും ബന്ധപ്പെടാറുണ്ട്. ഏതായാലും ദൈവത്തിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ 2100 ദിവസത്തിലേക്ക് എത്തിക്കാൻ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം, തോളോട് തോള് ചേർന്ന് എവിടെ ഇരുന്നിട്ടാണെങ്കിലും എത്ര സമയം കിട്ടിയില്ലെങ്കിലും എല്ലാവരും ഒന്ന് കാണുക. ഒരു നാൽക്കവയിൽ കൂടുന്ന ആളുകൾ, ഒരു വീട്ടിൽ കൂടുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കൂടുന്ന ആളുകൾ, അതിനേക്കാളും സന്തുഷ്ടകരമായൊരു രംഗമാണ്. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അതിലൊന്ന് കയറിയിരിക്കുക, അത്രയും ആളുകളെ കാണുക. പിന്നെ ഉള്ള അറിവുകൾ പരസ്പരം പകരുക, പരസ്പരം കൈമാറുക എന്നുള്ളതും. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള, ഇന്നിവിടെ ആശംസകൾ നേർന്ന ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങളും ഇതൊക്കെ ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ കാര്യമായി എടുത്ത് അതും നമ്മുടെ അഡ്വൈസറി ബോർഡ് ചർച്ചയ്ക്ക് വരികയും അതെല്ലാം പരിഗണിക്കുകയും ഇനി വളരെ നന്നായിട്ട് നമ്മുടെ IFPHനും ഹോമിയോപ്പതി പ്രസ്ഥാനത്തിനും മുന്നോട്ട് നീങ്ങുവാൻ ദൈവം സഹായിക്കട്ടെ. ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകം ആശംസകൾ. അതുപോലെ തന്നെ ഇതിന്റെ നമ്മുടെ ഹോമിയോപ്പതി ലവേഴ്സിനും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും എന്റെ പ്രത്യേകം ആശംസ നേരുന്നു. താങ്ക്സ്. ഓക്കെ, നന്ദി സാർ. ഹരിഹരൻ സാറേ. ഓക്കെ, ഈ വേദിയിലുള്ള എല്ലാവർക്കും നമസ്കാരം. എസ്പെഷ്യലി നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേട്ട്, ഷാജി കുടിയ ഡോക്ടർ, പിന്നെ ഇതിന്റെ മോഡറേറ്റേഴ്സ് മനോജ്, പിന്നെ ശൈല ഡോക്ടർ, ഇവരെല്ലാവരെയും വാസ്തവത്തിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തവത്തിൽ 2100 എപ്പിസോഡ് ഇങ്ങനെ ഇത്ര സമയമെടുത്ത് മോഡറേറ്റ് ചെയ്ത്, പിന്നെ ധനേഷ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് ഡോക്ടർ ധനേഷ്. ആദ്യമൊക്കെ ഞാൻ വളരെ നിസ്സാരമായിട്ട് കരുതിയിരുന്നെങ്കിലും ഡോക്ടർ ധനേഷിന്റെ ഇൻവോൾവ്മെന്റ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ IFPHന്റെ അതിനുശേഷം IFPHന്റെ ഈ ഇതുകൊണ്ട് ധാരാളം ഡോക്ടർമാർക്ക് ധാരാളം പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദുഃഖകരമായ ഒരു കാര്യം ആണ് മറ്റേ ഇപ്പം സംസാരിച്ച ഫ്രഷ് ആയിട്ടുള്ള ആ ഹോമിയോ ഡോക്ടർ പറഞ്ഞത്. വാസ്തവത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ട് ഇറങ്ങി വരുന്ന ഡോക്ടർമാർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. അതൊരു പ്രധാന ഘടകമാണ്. അത് നമുക്ക് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും അവരങ്ങ് റിജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അവരുടെ മാനസികമായിട്ട് അവർ റിജക്റ്റ് ചെയ്യുന്നു. ഇത് പറ്റത്തില്ല, ഇത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതാണ് ഒരു മുഖ്യ ഘടകം. ഈ അടുത്ത സമയത്ത് 2 ഫ്രഷ് ഗ്രാജുവേറ്റ്സ് എൻ്റെ ക്ലിനിക്കിൽ ഇതിന് വന്നിരുന്നു, ഈ എക്സ്പീരിയൻസിന് വേണ്ടി വന്നിരുന്നു. അവർ രണ്ടാളും 6 മാസം ഇരുന്നിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ക്ലിനിക്കിട്, എന്നിട്ട് വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷെ അവർ ചെയ്തില്ല. അത് 2 പേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഒരാൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, വേറൊരാള് MD കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പോയി. ഞാൻ നല്ലത് തന്നെയാണെന്ന് പറഞ്ഞു. എന്നാൽ അവരുടെ അടുത്ത് നല്ല ഒരു ഷോപ്പ്, ഒരു മുറിയുണ്ട്. ഞാൻ പറഞ്ഞു, കുട്ടി അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ്
എന്നാലും അവർക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് ഇല്ല. അത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ നമ്മുടെ ഭാരവാഹികളുടെ അടുക്കൽ പറയുന്നു. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിച്ചാലും നമ്മൾ അത് ചെയ്യണം. ഇല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ഭാവി ഇനി അവരുടെ കയ്യിലാണ്. എനിക്ക് ഈ അവസരം തന്ന IFPHന്റെ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഗുഡ് നൈറ്റ് പറയുന്നു. വളരെ നന്ദി സാർ. അപ്പോൾ പരിപാടി അവസാന സമയമാകുന്നു. നന്ദി പറയാനായിട്ട് ഡോക്ടർ മറിയാമ്മ ജോണിനെ ആദരവോടെ ക്ഷണിക്കുന്നു. മാഡം പ്ലീസ്. നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി ഇടതടവില്ലാതെ നടത്തിവരുന്ന പ്രതിദിന സൂം വെബിനാർ 2100 ദിവസം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച IFPH പ്രസിഡന്റ് ആദരണീയനായ ഡോക്ടർ ഇസ്മായിൽ സൈഡ് സാറിന് IFPHന്റെയും ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. 2100 ദിനാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഹോമിയോപ്പതിയുടെ സമസ്ത മേഖലയിലുള്ള സാധ്യതകളെക്കുറിച്ചും തിരുവനന്തപുരത്ത് ഒരു നല്ല രീതിയിൽ ഒരു സ്വകാര്യ ആശുപത്രി വരണമെന്നുള്ള അതിയായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്ത നിംസ് മെഡിസിറ്റി MD ഡോക്ടർ ഫൈസൽ ഖാൻ അവരെ IFPHന്റെ പേരിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുകയും വളരെയധികം വിലപ്പെട്ട വാക്കുകളാൽ ഞങ്ങളെ ധന്യമാക്കുകയും ചെയ്ത എല്ലാവർക്കും ഓരോരുത്തരായിട്ട് ശ്രീ സലാഹുദ്ദീൻ സാർ, ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയർ ആകാശവാണി കോയമ്പത്തൂർ, പ്രൊഫസർ സതി മാണിക്യം മാഡം, റിട്ടയർഡ് പ്രൊഫസർ ഗവൺമെന്റ് വിമൻസ് കോളേജ് തിരുവനന്തപുരം, ഡോക്ടർ വേണുഗോപാല റെഡ്ഡിയ സാർ, ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയന്റിസ്റ്റ് USA, ഡോക്ടർ R. അമർബോധി സാർ, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസി BK Soor ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്, പ്രൊഫസർ ഡോക്ടർ ലുബൈന മാഡം, വൈസ് പ്രസിഡന്റ് ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട, ഡോക്ടർ സാജൻ എഡിസൺ, മുൻ ചെയർമാൻ കോളേജ് യൂണിയൻ GHM CT, അതുപോലെ തന്നെ അബ്ദുൽ സലാം സാർ, ഡോക്ടർ ഹരിഹരൻ സാർ, എല്ലാവർക്കും ആയിരം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇന്ന് ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ ഡോക്ടർ വിനീതയ്ക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആഘോഷ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറും നമ്മുടെ മോഡറേറ്ററും കൂടിയായ ഷൈല ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ആഘോഷ പരിപാടിയുടെ മോഡറേറ്ററും പ്രത്യേക പരിപാടി ആസൂത്രകനും കൂടിയായ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ GS മനോജ് ഡോക്ടർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPH എന്ന ഈ കൂട്ടായ്മയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും പ്രാരംഭം മുതൽ ഇന്ന് വരെ നേതൃത്വം നൽകുന്ന എല്ലാ ഭാരവാഹികൾക്കും 2100 ദിവസമായി ഇംഗ്ലീഷിലും മലയാളത്തിലും 1147 ദിവസത്തിലധികമായി ഹിന്ദിയിലും നടത്തപ്പെടുന്ന ഈ പ്രതിദിന സൂം വെബിനാറിൽ സഹകരിക്കുന്ന എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും, പ്രത്യേകിച്ച് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന ധനേഷ് ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ 3500ഓളം വീഡിയോകൾ അപ്ലോഡ് ചെയ്ത ഹിബർട്ട് ഡോക്ടർ, പിന്നെ കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം സൂം വെബിനാർക്ക് നേതൃത്വം നൽകുന്ന എല്ലാ മോഡറേറ്റർമാർ, നമ്മുടെ ഓഫീസ് ജോലികൾ ചെയ്യുന്ന ശ്രീ സജിത്, ശ്രീ വിഷ്ണു, അതിലെല്ലാത്തിലും ഉപരിയായി ഈ സൂം വെബിനാറുകളിൽ ഫാക്കൽറ്റികളായിട്ട് വന്ന് ഇതിനെ വിജയിപ്പിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എല്ലാറ്റിലും ഉപരിയായി ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഈ ഒരു ആഘോഷ പരിപാടി വിജയകരമാക്കി തീർത്ത എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം അനുകൂലമെങ്കിൽ ആരുമില്ല. അപ്പൊ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതേ സമയം കാണാം എന്ന പ്രതീക്ഷയോടെ ശുഭരാത്രി നേരുന്നു. നമസ്കാരം.